വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതുണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഓവണും വേണ്ട, കപ്പ് കേക്കിൻ്റെ മോൾഡും വേണ്ട. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് ചെയ്യുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള സിമ്പിൾ കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കപ്പ് കേക്കിൻ്റെ ഐസിങ്ങും കൂടെ കാണിക്കുന്നുണ്ട്. 8 കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് അടിക്കുന്ന സമയത്ത് തന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മുഴുവനായിട്ട് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം എന്നൊന്നുമില്ല. പഞ്ചസാര അലിയുന്ന ആ ഒരു പാകം വരെ അടിച്ചാൽ മതി. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മിക്സിയിലും ചെയ്യാം. മുട്ടയും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്തിട്ട് മിക്സിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലും ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് ഇടുന്നത്. 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു ബൗളിൽ അരിച്ചിട്ട് ഈ മുട്ട അടിച്ച് വെച്ചതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യണം. അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീറ്റർ ചെറുതായിട്ടൊന്ന് ആദ്യം കറക്കി കൊടുക്കുക. അതിനുശേഷം സ്പീഡ് നമ്പർ 1 ഇട്ടിട്ട് ഇത് മിക്സ് ആവുന്ന വരെ മാത്രം ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് നേരം അടിക്കരുത്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇത് ഒരുപാട് നേരം മിക്സ് ചെയ്യരുത്, അപ്പോൾ ഇത് ഓവർ മിക്സ് ആയിപ്പോവും ബാറ്റർ. ഇനി നിങ്ങൾ മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നതെങ്കിൽ പൾസ് മോഡിൽ 2-3 തവണ ഒന്നൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് ഉണ്ടാവുക. സാധാരണ നമ്മൾ കപ്പ് കേക്ക് ചെയ്യുന്നത് ഈ ഒരു മോൾഡ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു മോൾഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട വേറൊരു സാധനമാണ് ഇത്. കപ്പ് കേക്കിൻ്റെ ലൈനർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് മോൾഡിൽ വെച്ചിട്ട് അതിൽ ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബേക്കിംഗ് സപ്ലൈസ് വിൽക്കുന്ന ഷോപ്പിലും പിന്നെ ഡിസ്പോസിബിൾ ഐറ്റംസ് വിൽക്കുന്ന സ്ഥലത്തൊക്കെ കിട്ടും. പിന്നെ നമ്മൾ മോൾഡിലല്ലാതെ ഇതുപോലത്തെ പേപ്പർ കപ്പിലാണ് ഈ ഒരു കപ്പ് കേക്ക് ചെയ്യുന്നത്. പേപ്പർ കപ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള പേപ്പർ കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന പേപ്പർ കപ്പിനൊക്കെ ഇതുപോലെ നല്ല ഹൈറ്റുള്ള കപ്പായിരിക്കുമല്ലോ. അപ്പോൾ കപ്പ് കേക്കിൻ്റെ ആ ഒരു സൈസിൽ വരാനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് ലൈനർ ഉള്ളിൽ വെച്ചിട്ടും ഈ ഒരു കപ്പ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അതല്ലാതെ ഈ പേപ്പർ കപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യുക. ലൈനർ വെക്കുന്നുണ്ടെങ്കിൽ ലൈനറിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞിട്ട് വേണം ഈ ഒരു പേപ്പർ കപ്പ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴേ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ കപ്പ് കേക്കിൻ്റെ ലൈനറും കപ്പ് കേക്കും കൂടെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് വേണം കപ്പ് കേക്കിൻ്റെ ലൈനർ വെക്കാനായിട്ട്. ഞാനിപ്പം കപ്പ് കേക്ക് ലൈനർ വെച്ചിട്ടാണ് ഈ ഒരു കപ്പ് കേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, 2 കപ്പ് കേക്ക് ലൈനർ ഒരുമിച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാനങ്ങനെ മൊത്തം 8 കപ്പ് കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഒരു ബാറ്റർ ഇല്ലേ, അത് നമുക്ക് ഈക്വലായിട്ട് ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത മോൾഡിൻ്റെ പകുതിയിൽ കൂടുതൽ ബാറ്റർ ഒഴിക്കണം, പക്ഷേ 1/4 ഭാഗം ആവരുത്. ഞാനിപ്പം 2 ടേബിൾ സ്പൂണാണ് ഒരു കപ്പിൽ ഒഴിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന പേപ്പർ കപ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. 1/4 കപ്പ് ആവരുത്, അതിൽ താഴെ ആവണം, പക്ഷേ പകുതിയിൽ മേലെ ഉണ്ടാവണം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ റിലീസ് ആവാനാണ്. മുന്നേ നമ്മൾ ഓവൺ ഇല്ലാതെ അടുപ്പത്ത് തന്നെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കേണ്ടായി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെയുള്ള അലൂമിനിയത്തിൻ്റെ കട്ടിയുള്ള പാത്രങ്ങൾ, കട്ടിയുള്ള പാത്രങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഉപ്പ് ഞാനൊരു 10 തവണയെങ്കിലും ഉപയോഗിച്ച ഉപ്പാണ്. ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ വേറെ പാത്രത്തിൽ ഇട്ട് വെക്കാം. അത് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലൊരു റിങ്ങോ നെറ്റ് എന്തെങ്കിലും ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ കേക്കിൻ്റെ ടിന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി.
എൻ്റെ കയ്യിൽ വലിയ പാത്രമായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ആണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് അലൂമിനിയത്തിൻ്റെ ചെമ്പിലൊക്കെ ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ 5 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ് കേക്ക് ചെയ്യുന്നത് കാരണം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു മൂടിയോ അല്ലെങ്കിൽ വലിയൊരു പാത്രമോ ഇറക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു മൂടിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ് കേക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ ചെമ്പാണ് എടുത്തെങ്കിൽ ഇത്രയും കപ്പ് കേക്ക് മുഴുവനായിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് പോവില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂടി നല്ല ടൈറ്റ് ഉള്ളതാണ്. ചൂടൊക്കെ പുറത്ത് പോകുന്നതാണെങ്കിൽ കറക്റ്റ് ബേക്കായിട്ട് വരില്ല. അതുകൊണ്ട് ഞാനൊരു അലൂമിനിയം ഫോയിലിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വെയിറ്റും ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഇപ്പോഴും പലരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെന്നാണ് യൂട്യൂബ് അനലിറ്റിക്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ താഴെയുള്ള ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനും പറ്റും. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഓരോരുത്തരുടെയും അടുപ്പിൻ്റെ ചൂടിനനുസരിച്ച് ടൈമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയ സമയത്ത് നമ്മുടെ കപ്പ് കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിത് അടുപ്പത്ത് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ബ്രൗൺ കളർ നമുക്ക് ഈവണായി കിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൗൺ കളർ ആയിട്ടുള്ള ഭാഗം തിരിച്ചിട്ട് ഉള്ളിലേക്ക് വെക്കുകയാണ്. കാരണം ഇതിൻ്റെ സൈഡ് വശമാണല്ലോ വേഗം ബ്രൗൺ ആയി കിട്ടുക. എന്നിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വെയിറ്റ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുകയാണ് ചെയ്തത്. അതായത് ചെറിയ തീയിലല്ല, തീ കുറച്ച് കൂട്ടി വയ്ക്കുക. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഈവൺ ആയിട്ട് കപ്പ് കേക്ക് ബേക്കായി കിട്ടും. ഇനി നമുക്ക് ഈ പുറത്തുള്ള കപ്പ് കേക്കൊക്കെ എടുക്കാം. നടുവിലുള്ള കപ്പ് കേക്ക് ഒരു 3 മിനിറ്റും കൂടെ ഇതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ കപ്പ് കേക്കൊക്കെ ചൂട് തടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, പേപ്പർ കപ്പ് ആയതുകൊണ്ട് അത് കരിഞ്ഞു പോവുമോ എന്നൊക്കെ. കരിഞ്ഞൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. കട്ടിയുള്ള പേപ്പർ കപ്പ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 2 കപ്പ് കേക്കിൻ്റെ ലൈനർ വെക്കാനായിട്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് എടുക്കാനായിട്ടാണ്. നമ്മൾ കപ്പ് കേക്കിൻ്റെ ബാറ്ററിൽ ഉപയോഗിക്കുന്ന ഓയിൽ കാരണം ചിലപ്പം ഈ ഒരു ലൈനർ നമ്മുടെ മോൾഡിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈസി ആയിട്ട് വിട്ടെന്ന് വരില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 എണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പേപ്പർ കപ്പ് നിങ്ങൾക്ക് ഇനിയും ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഒരു 2-3 തവണയൊക്കെ എന്തായാലും യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ കപ്പ് കേക്കിൻ്റെ ലൈനർ അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. പിന്നെ 2 എണ്ണം വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കപ്പ് കേക്ക് നന്നായിട്ട് ചൂട് തണഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ ലൈനർ എടുത്ത് കളഞ്ഞിട്ട് കപ്പ് കേക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല നീറ്റായിട്ട് തന്നെ ലൈനറിന്ന് വിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഓവനിൽ ചെയ്യുന്ന പോലെ മുഴുവനായിട്ട് നമുക്ക് മേലെ ബ്രൗൺ കളർ കിട്ടില്ല. കാരണം അത്ര ചൂട് നമ്മൾ വെക്കുന്ന സമയത്തേക്ക് കപ്പ് കേക്ക് അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എയറി ആയിട്ടുള്ള കപ്പ് കേക്ക് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ക്രീം കൊണ്ട് ഈ ഒരു കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂട് നന്നായിട്ട് തണഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം ഉപയോഗിച്ചിട്ട് ഈ ഒരു കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വിപ്ഡ് ക്രീം കൊണ്ട് ആണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഫ്ലവർ നോസിൽ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.